ഇന്ത്യൻ വാർത്തയുടെ നിയമവും കോടതിയും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ സഹകരണ മേഖല, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൽ എൻ്റെ അനുഭവങ്ങൾ, പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിൽ പലരും ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നത്, അത് എങ്ങനെ നമുക്ക് ചതിക്കുഴിപ്പെടാതിരിക്കാം എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. സഹകരണ മേഖല കേരളത്തിൽ വളരെ കാലമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലുണ്ട് കൃഷിക്കാരുടെ, കരിമ്പ് കൃഷിക്കാരുടെ, അതുപോലെ കോട്ടൺ പരുത്തി കൃഷിക്കാരുടെ ഒക്കെ സഹകരണ മേഖലയിലെ അവരുടെ മുന്നേറ്റവുമൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. കർണാടകയിലുണ്ട് ഷേത്കാരി സംഘടന എന്നൊക്കെ പറഞ്ഞ അവരുടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു. കേരളത്തിലാണെങ്കിൽ കണ്ണൂർ ദിനേശ് ബീഡി കോപ്പറേറ്റീവ് സൊസൈറ്റി, ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ച് കോപ്പറേറ്റീവ് മേഖലയിലുള്ള അവരുടെ വളർച്ച, അതുപോലെ AKG സെൻറ്റർ എന്ന് പറയുന്ന ഹെൽത്ത് മേഖല അല്ല ആശുപത്രി മേഖലയിലെ കോപ്പറേറ്റീവ് മേഖലത്തെ ഒരു ഇനീഷ്യേറ്റീവ്, പരിയാരം മെഡിക്കൽ കോളേജ് കോപ്പറേറ്റീവ് മേഖലയിലെ ഒരു മെഡിക്കൽ കോളേജാണ്. അതുപോലെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ കേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കെയർ ഓഫിൽ പല വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ കോപ്പറേറ്റീവ് രംഗം വളരെ കാര്യക്ഷമമായിട്ട് കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നതാണ് വർഷങ്ങളായിട്ട്. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നത് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് എന്ന കേന്ദ്ര നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ 2002 മുതൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമം ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത് എല്ലാ സ്റ്റേറ്റുകളിലും അത് നടപ്പാക്കാൻ 2002 ശേഷം സാധിക്കും. അതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ മിനിമം 2 സ്റ്റേറ്റെങ്കിലും അതിൽ അംഗങ്ങളുണ്ടാവണം. അതുകൊണ്ടാണ് മൾട്ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മിനിമം 2 സ്റ്റേറ്റിലെങ്കിലും അംഗങ്ങളുണ്ടാകണം. അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് 50 അംഗങ്ങളെങ്കിലും ഒക്കെ ഉണ്ടാകുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് പല ഭേദഗതികളൊക്കെ പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 5-6 വർഷം മുമ്പാണ് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൽ തന്നെ ഒരു കോപ്പറേറ്റീവ് വകുപ്പ് ഉണ്ടാകുകയും ആ കോപ്പറേറ്റീവ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയമായിട്ട് ശക്തനായ അമിത്ഷാ തന്നെയാണ് ആ ഒരു വകുപ്പിൻ്റെയും മന്ത്രി. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഈ കോപ്പറേറ്റീവ് സെക്ടർ വിപുലമാകണം, കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭ്യമാകണം എന്നൊക്കെയുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നയമായിട്ട് ഉണ്ട്. അതിന് ഏറ്റവും ശക്തനായ തന്നെ ഒരു കേന്ദ്ര മന്ത്രിയും ആ വകുപ്പിനെ നിയന്ത്രിക്കുന്നു, വകുപ്പിനെ നയിക്കുന്നു എന്നൊക്കെയുള്ള അടുത്ത കാലത്തുണ്ടായ കാര്യങ്ങളാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേഷൻ 2002 അന്ന് കേന്ദ്രത്തിൽ കോപ്പറേറ്റീവ് വകുപ്പ് അല്ലെ ഇതുപോലെ ശക്തനായ ഒരു കോപ്പറേറ്റീവ് മന്ത്രി ഒന്നും നമുക്കില്ലായിരുന്നു. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. വർഷങ്ങളായിട്ട് സഹകരണ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വകുപ്പായിരുന്നു. സഹകരണ വകുപ്പ് മന്ത്രി, അതിൻ്റെ കീഴിലൊരു സെക്രട്ടറി, അതിൻ്റെ കീഴിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു IAS ഓഫീസർ തന്നെയായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് IAS ഓഫീസർ തന്നെ, രജിസ്ട്രാർ, അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ തന്നെ IAS ഓഫീസർ, പിന്നെ അതിനുപോലെ സെക്രട്ടറി. അപ്പോൾ വളരെ ശക്തമായ ഒരു വകുപ്പ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഭരണത്തിലെ ഒരു ഘടകമായിരുന്നു ഈ സഹകരണ വകുപ്പ് കേരളത്തിൽ. ഈ അടുത്ത കാലത്ത് കോപ്പറേറ്റീവ് വകുപ്പ് കുറേയധികം പേരുദോഷം കേട്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രസിദ്ധമായ പല പല കോപ്പറേറ്റീവ് മേഖലയിലെ പ്രശ്നങ്ങൾ, തട്ടിപ്പുകൾ ഒക്കെ നമ്മൾ കേട്ടു. തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. അതിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാർ മാത്രമല്ല, അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നത് CPM എന്ന പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ളവരും AC മൊയ്തീൻ എന്ന് പറയുന്ന MLA ഉൾപ്പെടെ ഉള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും അതിന് അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഒരു MPA വരെ ചോദ്യം ചെയ്യാൻ അതിനുവേണ്ടി വിളിക്കുകയൊക്കെ ചെയ്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് വളരെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ആദ്യത്തെ ഘട്ടം ചാർജ് ഷീറ്റ് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പേര് അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു, ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുന്നു. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയും കുറേയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത് കാരണം ജനങ്ങളുടെ അടുത്തുനിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിച്ചു,
ആ ഡിപ്പോസിറ്റ് സ്വീകരിച്ച ശേഷം അത് പല നേതാക്കളും അവരുടെ ഫണ്ടിലേക്ക് സ്വകാര്യ കാര്യങ്ങളിലേക്കൊക്കെ വഴിതിരിച്ചു വിട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ അതേസമയം നാട്ടുകാരുടെ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അംഗത്വമെടുത്തവരുടെ ഒക്കെ ഫണ്ട് സ്വീകരിച്ച ശേഷം അത് അതേ നാട്ടിലുള്ളവർക്ക് തന്നെ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളനുസരിച്ച് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ സാധാരണ നിയമപ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊരു ബൈലോ ഉണ്ടാവും. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അത് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ആ ബൈലോ അനുസരിച്ച് തന്നെ അത് പ്രവർത്തിക്കുന്നു എങ്കിൽ ഈ പറഞ്ഞ ഒരു ആശയവും ഉണ്ടാവില്ല. കാരണം ഒരു അംഗങ്ങൾ ഒത്തുകൂടി അവരുടെ തന്നെ ഫണ്ടും ശേഖരിച്ച് അവരുടെ തന്നെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണത്തിൽ പോകുന്ന ഒരു സംഘം എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. പക്ഷേ പല കോപ്പറേറ്റീവ് സൊസൈറ്റികളും പിന്നീട് ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും തുടങ്ങുമ്പോൾ, പിന്നീട് അവർ ചിലപ്പോൾ കടം എവിടെന്നെങ്കിലും എടുക്കും, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് കുറേ അധികം ആവശ്യത്തിലധികം സ്വീകരിക്കും. ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഷിക മേഖലയിൽ, ഇപ്പോൾ ഈ കരുവന്നൂരൊക്കെ ഒരു ഇരിഞ്ഞാലക്കുടയിലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അവിടെ കാർഷിക മേഖലയാണ് അവിടെ. അപ്പോൾ കാർഷിക മേഖലയിലുള്ള ആളുകളാണ് അതിൻ്റെ അംഗങ്ങൾ. പിന്നെ സാധാരണ മറ്റ് ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവരും ഒക്കെയാണ് അതിൻ്റെ അംഗങ്ങൾ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ചെറിയ ലോണുകൾ ആവശ്യമുണ്ടാകും. ചെറിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയോ, കട തുടങ്ങാൻ വേണ്ടിയോ, അല്ലെങ്കിൽ കൃഷിക്ക് വളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ, കീടനാശിനി വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ടില്ലർ വാങ്ങിക്കാനോ ഒക്കെ അതിൻ്റെ അകത്തുനിന്ന് ലോൺ എടുക്കുക. അപ്പോൾ ലോൺ കൊടുക്കണമെങ്കിൽ ഡിപ്പോസിറ്റ് വേണം. അപ്പം അങ്ങനെ ഒരു സർക്കുലേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ അത് വളരെ നല്ല സംരംഭമാണ്, നാട്ടുകാർക്ക് വളരെ ഗുണകരമാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ നേതൃത്വത്തിൽ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഈ പറഞ്ഞ ആ പ്രദേശത്തുള്ളവരല്ലാത്തവർ വരികയും അങ്ങനെ വന്ന് അത് ഈ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഫണ്ട് ഇങ്ങോട്ട് ശേഖരിക്കുന്ന ഒരു ഉപകരണമായിട്ട്, അതായത് ഇൻസ്ട്രുമെൻറ്റ് ടു കളക്ട് ആൻഡ് മണി ആൻഡ് ദെൻ ട്രാൻസ്ഫർ ഇറ്റ് ടു സംബഡി എൽസ് എന്നുള്ള അതിലേക്ക് അത് പോയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നാട്ടുകാർ പരാതിയുമായിട്ട് തിരിച്ചു ചെല്ലുമ്പോഴത്തേനും കൊടുക്കാൻ പൈസയില്ല, കാരണം അത് ഓൾറെഡി വേറെ ആരെങ്കിലും കൊണ്ടുപോയി പണം ഡിപ്പോസിറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ. അങ്ങനെയാണ് കരുവന്നൂർ ബാങ്ക് പ്രശ്നത്തിലാകുന്നത്. ഡിപ്പോസിറ്റ് ചെയ്തവരുടെ ഫണ്ട് ചെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ ബാങ്കിൽ പൈസയില്ല. അങ്ങനെ പൈസ ഇല്ലെന്നുള്ള പേര് വരുമ്പോഴത്തേനും ഡിപ്പോസിറ്റ് ചെയ്ത് എല്ലാവരും ചോദിക്കാൻ ചെല്ലും. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴത്തേനും അത് പ്രശ്നമായി, ആർക്കും പൈസ കൊടുക്കാനില്ല എന്നുള്ള അവസ്ഥ വരുന്നു. പിന്നെ സംസ്ഥാന ഗവൺമെൻറ്, കോപ്പറേറ്റീവ് വകുപ്പും ഒക്കെ ഇടപെട്ട് വേറെ എവിടുന്നെങ്കിലും കടമൊക്കെ വാങ്ങിച്ച് ഇതിലേക്ക് പമ്പ് ചെയ്ത് വേണം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അൾട്ടിമേറ്റ്ലി അതൊരു വലിയ ഫ്രോഡായിട്ട് മാറുകയും അങ്ങനെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അത് മുന്നോട്ട് പോയി. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ മനുഷ്യർ പോവുകയും ഹൈക്കോടതി ഇടപെടുകയും കേരളത്തിൽ മറ്റ് പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ട് എന്നുള്ള പേരുകൾ, പല ജില്ലകളിലും ഈ ഇതുപോലെ കോപ്പറേറ്റീവ് മേഖല പ്രശ്നമുണ്ടെന്നൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ അന്വേഷണം ഹൈക്കോടതി തന്നെ 60-ലധികം കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം പല സ്ഥലത്തും പല നിലയിൽ പല രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചിലത് ചാർജ് ഷീറ്റ് കൊടുത്തു, ചിലത് അന്വേഷണത്തിലാണ്, ട്രയൽ നടക്കുന്നു, അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു തട്ടിപ്പുകളുടെ ഒരു പരിണിത ഫലം നമ്മുടെ നാട്ടിൽ തട്ടിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ, അതായത് പണം അങ്ങോട്ട് തട്ടിപ്പുകാർക്ക് നൽകി കഴിഞ്ഞാൽ, അത് കോപ്പറേറ്റീവ് തട്ടിപ്പായിട്ട് മറ്റു തട്ടിപ്പായാലും ശരി, പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ കോപ്പറേറ്റീവ് സർക്കാരിൻ്റെ നിയന്ത്രണമൊക്കെ ഉള്ളതുകൊണ്ട്, അതിൻ്റെ ഒരു വകുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഭാഗികമായിട്ട് തിരിച്ചു കിട്ടുന്നിരിക്കാം. പലപ്പോഴും നമ്മൾ ഡിപ്പോസിറ്റ് ഇടുന്നത് 12% ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടിയ പലിശ കിട്ടാൻ വേണ്ടിയിട്ടും എൻ്റെ പൈസ വളരാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അപ്പോൾ വളർന്നില്ലെങ്കിലും കൊടുത്തെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കോപ്പറേറ്റീവ് മേഖലയിൽ തിരിച്ച് അത്രയെങ്കിലുമൊക്കെ സർക്കാർ നിയന്ത്രണം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയേക്കാം. ഇനി ഈ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഈ കരുവന്നൂർ പോലെയുള്ള പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, അല്ലെങ്കിൽ ഗ്രാമീണ സഹകരണ സംഘങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള കാർഷിക മേഖലയിലെ സഹകരണ സംഘങ്ങളുണ്ട്. അല്ലെങ്കിൽ വ്യാപാരികളുടെ സഹകരണ സംഘങ്ങളുണ്ടാകാം വ്യാപാരത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ എറണാകുളത്ത് ഇപ്പോൾ ഞാനൊരു അംഗമായ ഒരു സഹകരണ സംഘമുണ്ട്. അവിടെ ഈ പല വ്യഞ്ജനങ്ങൾ വാങ്ങിച്ചിട്ട്
വാങ്ങിക്കുക. ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അത് വിതരണം നടത്തുമ്പോഴത്തേക്കും അത് ഒന്ന് ഗുണമേന്മയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മളുടെ തന്നെ നിയന്ത്രണത്തിലുള്ളവരാണെങ്കിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് തന്നെ വിതരണം നടത്തുമ്പോഴത്തേക്കും വലിയ ഒരു പണപ്പെരുപ്പത്തിനെ തടഞ്ഞു നിർത്താനുള്ള അല്ലെങ്കിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള ഒരു പരിഹാരമായിട്ടൊക്കെ അങ്ങനത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ട്. അപ്പം അത് ഞാനും അംഗമായ ഒരു കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് ഈ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, കാർഷിക മേഖലയിലെ ക്രെഡിറ്റിന് വേണ്ടിയിട്ട്, അതായത് വായ്പ കിട്ടാൻ വേണ്ടിയിട്ട്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അതുപോലെ ഈ സാധനങ്ങളുടെ വിൽപ്പന അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആരോഗ്യ മേഖലയിൽ ഞാൻ പറഞ്ഞു, ബീഡി തൊഴിലാളി മേഖലയിലെ ദിനേശ് ബീഡിയൊക്കെ പ്രസിദ്ധമാണ്. അങ്ങനെ പല കാര്യങ്ങൾക്ക് നമ്മളുടെ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും മനുഷ്യരുടെ കൂട്ടായ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്.